എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാമ്പിംഗ് ആണ്. കർണാടകയിലെ വെട്ടള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. പോണ വഴിക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ, ഇവിടെയൊക്കെ മൊത്തം കൃഷികളാണ്. കണ്ടോ, ക്യാബേജും തോട്ടം, വാഴ കൃഷി കണ്ടോ. ഇവിടുന്ന് കല്ലിട്ട റോഡാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ ഇതിലങ്ങ് ഇറങ്ങി അങ്ങ് പോകണം. നമുക്ക് ഇവിടെ ആയിട്ട് ടെൻറ്റ് സെറ്റ് ചെയ്യാം. ഇത് ഫുള്ള് കാടാണ് കേട്ടോ. എൻ്റെ ചുറ്റുഭാഗം കണ്ടില്ലേ, വലിയ കാടാ, രക്ഷയില്ല. ചുറ്റും കാടാ. എന്താ നോക്കിയേ. പിന്നെ ഇവിടെയുള്ള ആളുകൾ ഫുള്ള് ഇവിടെ ചപ്പും ചവറൊക്കെ വിതറി ആകെ നശിപ്പിച്ച് വെച്ചേക്കുന്ന ഈ സ്ഥലം. ഇതുണ്ടോ, വേസ്റ്റുകൾ ഫുള്ള്. അവിടേക്കൊക്കെ കാടാ. ഇതെന്തത്, പുളിമരമാണോ? അത് പുളിമരമല്ല, വേറെ എന്തോ ഒരു ചെടിയാന്ന് തോന്നുന്നു. കണ്ടില്ലേ, അമ്പിളിമാമൻ അങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്, കണ്ടോ. നമുക്കെന്നാ ടെൻറ്റ് സെറ്റാക്കിയാലോ? നമ്മളങ്ങനെ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് വിറക് വെട്ടാൻ പോകണം. ടോർച്ച് കുത്തിവെക്കാൻ വിറകില്ല, അപ്പോൾ അതും നമുക്ക് വെട്ടിയിട്ട് വരാം. നമുക്ക് ബാഗൊക്കെ ഉള്ളിലേക്ക് വെക്കാം. ഇവിടെ നല്ല കാട്ടുമുയലുണ്ട് കേട്ടോ. ഫുള്ള് കാട്ടുമുയലിൻ്റെ കാട്ടമുണ്ട് ഇവിടെ മൊത്തം. ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്കതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ ഭയങ്കര പാമ്പ് ശല്യമുള്ള സ്ഥലമാണ് കർണാടക ഏരിയയിൽ. എൻ്റെ ഉള്ളിൽ കയറിയാലേ നമുക്ക് ചിലപ്പോൾ സീനാവും. ഞാൻ ഈ മുയലും കാട്ടൊന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, കാണുന്നില്ലേ? എന്തോരാ നോക്കിയേ, മുയലും കാട്ടം. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. നല്ല കാട്ടുമുയലും കാട്ടുപന്നിയും ഒക്കെ ഉള്ള ഏരിയയാണ് ഇവിടെ. പിന്നെ ഇവിടെ കടുവയൊക്കെ ഉണ്ട്. കർണാടകയിൽ അറിയാലോ, അവിടെ അടുത്ത് തന്നെയാണ് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ. കാട്ടിലൊക്കെ കടുവ ഉണ്ടാവും. എന്നുവെച്ചാൽ നമുക്കങ്ങനെ അറിയാത്തൊരു സ്ഥലമാണിത്. എനിക്കങ്ങനെ വലിയ പരിചയം കാര്യങ്ങളൊന്നുമില്ല. ഞാനിങ്ങനെ ഇതിൽ പോയപ്പോൾ കണ്ടുപിടിച്ചതാണ് ഈ സ്ഥലം. നമുക്കൊരു കാര്യം ചെയ്യാം, ടോർച്ച് വെക്കാനുള്ള വിറക് വെട്ടാം. സമയം ഇപ്പോൾ 7 മണി ആവാനായിട്ടോ. എന്താ പറയുക, ഇതിലൊക്കെ ഭയങ്കര മുള്ളുള്ളൊരു മരം. അത് എന്തൊരു മുള്ള. നമുക്ക് ഇതിന് ഈ കൊമ്പ് ഇങ്ങോട്ട് വെട്ടാം. ഇങ്ങനെ കൈ കൊണ്ടുകഴിഞ്ഞാൽ ഭയങ്കര കറച്ചിലായിരിക്കും.
അങ്ങനെ നമ്മൾ അടിഭാഗം നല്ല സൂചി പോലാക്കി എടുത്തിട്ടുണ്ട്. എന്തൊരു മുള്ള ഇതിനകത്ത്, കയ്യിൽ കയറി ഭയങ്കര വേദന, കടച്ചിലെടുക്കരുത് കുത്തി കയറിയിട്ടേ. നമ്മളങ്ങനെ ടോർച്ചൊക്കെ സെറ്റ് ചെയ്തു, കണ്ടില്ലേ? ടോർച്ചൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. എല്ലാ സാധനവും ഞാൻ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കൈ മുറിഞ്ഞു കേട്ടോ, ഇതുണ്ടോ? അത് ഈ മുള്ളുകൊണ്ട് മുറിഞ്ഞതാ. അപ്പോൾ ഞാൻ വെട്ടിയ മരം കാണിച്ചു തരാം. ഇത് ഈ മരത്തിലുണ്ടല്ലേ, ഭയങ്കര മുള്ളാണ്, കണ്ടോ? ഇതുണ്ടോ? സൂചി പോലത്തെ മുള്ള്. നോക്കിയേ, ഈ കർണാടകയിൽ ഇങ്ങനത്തെ സൈസ് മരങ്ങളേ ഉള്ളൂ, ഈ മുൾമരങ്ങൾ കണ്ടോ? ഇതിന്നാണ് ഞാൻ കൊമ്പ് വെട്ടിയത്. അങ്ങോട്ടൊക്കെ നോക്കിയേ, ഇരുട്ടായി വരുന്നുണ്ട്. സമയം ഇപ്പോൾ 7 മണി ആവാനായി കേട്ടോ. അവിടേക്ക് അങ്ങ് ദൂരെയൊക്കെ പട്ടി വരയ്ക്കുന്നുണ്ട്. അങ്ങ് ദൂരെയൊക്കെയാണ് നല്ല പട്ടി വര കേൾക്കാം. പിന്നെ ഇതിൽ ആ സൈഡിൽ കൂടെയൊക്കെ വഴി പോകുന്നുണ്ട് കേട്ടോ, പാടിയിലോട്ട് പോണ വഴികൾ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കടുവ വാഴുന്നൊരു കേന്ദ്രമാണ് കർണാടക. ചെറിയൊരു പേടിയുണ്ട് എനിക്ക്. ഏതായാലും നമുക്ക് വേഗം ചായയും ഒക്കെ വെച്ചിട്ട് ഉള്ളിൽ കയറാം, അധികം പുറത്ത് നിൽക്കണ്ട. ഇത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് അങ്ങോട്ടേക്കൊക്കെ, എന്നാലും ചെറിയൊരു ധൈര്യം. അതുകൊണ്ടാണ് ഞാനിന്ന് ഇങ്ങോട്ട് വന്നത്. എനിക്കിങ്ങനെ വലിയ പരിചയമൊന്നുമില്ല കേട്ടോ ഇവിടെ. ഞാനിങ്ങനെ ഓരോ ഹള്ളിയിലൂടെ തപ്പി വന്നപ്പോഴാണ് എനിക്ക് ഞാൻ ഈ സ്ഥലം കണ്ടത്. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് കയറിയത്. തൊട്ടടുത്ത് അവിടേക്കൊക്കെ പാടികളുണ്ട് എന്ന് തോന്നുന്നു, പക്ഷെ ഇവിടുത്തെ ആളുകളൊന്നും അങ്ങനെ പുറത്തിറങ്ങില്ല രാത്രി. ഇവിടെ എന്തൊക്കെയുണ്ടെന്നറിയോ? കാട്ടുപന്നിയുണ്ട്, കടുവയുണ്ട്, പിന്നെ കാട്ടുമുയൽ, പുലിയുണ്ട്, അങ്ങനെ കുറേ മൃഗങ്ങളുള്ളൊരു സ്ഥലമാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് എത്തി. നമ്മുടെ ബന്ദിപ്പൂര്, മസനഗുടി. നമുക്ക് ഏതായാലും നല്ലൊരു ചായ ഇടാം. വാക്കത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. എവിടെ പോയാലും ഇവനെ ഞാൻ കൈ കരുതും. ചിലൊരു ധൈര്യമാണ് ഇവൻ കയ്യിലുണ്ടെങ്കിൽ. ഇവനെ നമുക്ക് ഇവിടെ വെക്കാം. നമുക്ക് നല്ല ഒരു ചായ ഇടാം. കർണാടക അല്ല, ചുറ്റേ ഇങ്ങനെ പട്ടി വരയ്ക്കുന്നതിന് ചെറിയ പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത്. സേഫല്ല. ഇന്നിത്തിരി റിസ്ക് എടുത്തിട്ടുള്ള ക്യാമ്പിംഗ് ആണ്. ചായക്ക് വെള്ളം വെക്കാം. നമ്മൾ ചായക്ക് വെള്ളം വെച്ചു. മൂടി ഇവിടെ ഇരിക്കട്ടെ. ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരാളനക്കം ഇല്ലാത്ത സ്ഥലം ഇതൊക്കെ. അതാണ് പിന്നെ നമ്മളിന്ന് കഴിക്കാൻ കൊണ്ടുവന്നത് ബെന്നാണ് കേട്ടോ, ക്രീം ബെന്ന്. നമുക്ക് പുറത്ത് വെച്ച് കുക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ്. എന്താ വെച്ചാൽ അത്ര സേഫല്ല ഈ സ്ഥലം. അതുകൊണ്ടാണ് ഞാനൊന്ന് ബെന്നാക്കിയത്.
നമുക്ക് തീ കത്തിക്കാനുള്ള വിറകും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഞാൻ നോക്കി, ഫുള്ള് പച്ചവിറകാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചായയൊക്കെ തിളച്ചു. ചായ വാങ്ങാം. പഞ്ചസാര ഇടാം. ഭയങ്കര ഒച്ചപ്പാടാ. എന്തൊക്കെ കരയുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ? നമ്മുടെ ഇന്നത്തെ ക്യാമ്പിങ് അത്ര സേഫ് അല്ലാത്ത ക്യാമ്പിംഗ് ആണ് കേട്ടോ. എന്തൊക്കെയോ കരയുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ? ജീവികൾ. ഹായ്, ചായക്ക് അടിപൊളിയായി. നമുക്കിനി ഇതൊക്കെ ഉള്ളിലോട്ട് കയറ്റാം. ഗ്യാസൊക്കെ എല്ലാ സാധനവും ഉള്ളിൽ കയറ്റിച്ചിട്ട് വെള്ളം ഉള്ളിലോട്ടാക്കാം. നമുക്കിവിടെ ഇരുന്നിട്ട് നമ്മളിന്ന് ക്യാമ്പ് ഫയറിങ് ഇല്ല കേട്ടോ. എന്താണെന്നറിയോ? തീയെങ്ങാനിട്ട് ആളി കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ സീനാവും. കർണാടകയല്ലേ ഇതേട്ടോ. ബെന്ന് അടിപൊളിയാണ്. ക്രീമന്നെ. എന്തൊക്കെയോ ബഹള. അങ്ങനെ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞു. ബെന്ന് നല്ല രസമുണ്ട് കേട്ടോ. ഞാനിവിടെ ഗുണ്ടിൽപേട്ട ടൗണിൽ നിന്ന് വാങ്ങിച്ചതാണ് ബെന്ന്. വെറൈറ്റി ടേസ്റ്റ്. നമ്മളങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. സാധനമൊക്കെ ഞാൻ ഉള്ളിൽ കയറ്റി വെച്ചു. നമുക്കിനി അധികം പുറത്ത് നിൽക്കുന്ന സേഫല്ല, അതുകൊണ്ട് ഉള്ളിലേക്ക് കയറാം. ഒരു ഭയാനകരമായ സ്ഥലമാണിത്. ഞാൻ ഉള്ളിലേക്ക് കയറട്ടെ. ഉള്ളിൽ കയറി. നല്ല ചൂടാ. കർണാടക ആയതുകൊണ്ടേ ഒരു രക്ഷയില്ലാത്ത ചൂടാ. ഇപ്പം തന്നെ അതാ വേർത്ത് ഒഴുകുന്നുണ്ട് ചെറുതായിട്ട്. പിന്നെ തണുപ്പില്ല. ഞാൻ തലവണയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഷാള് വിരിച്ചു അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മൃഗങ്ങൾ വന്നാൽ തന്നെ എങ്ങനെ ആളുകൾ വിളിക്കും? കന്നഡയിലോ? എനിക്ക് കന്നഡ ഒരു അക്ഷരം അറിയില്ല കേട്ടോ. അത് വലിയൊരു സീനാണ്. ഇനി വന്ന് ഇവിടുന്ന് കടുവയൊക്കെ പിടിച്ചു പോയാൽ തന്നെ ഒരു മനുഷ്യനും അറിയാൻ പോകുന്നില്ല. ആരും ഒന്ന് അന്വേഷിക്കാൻ ഒരാളും തിരിഞ്ഞു നോക്കൂലല്ലോ. എല്ലാവർക്കും പേടിയല്ലേ. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായിട്ടോ.
ആരും പുറത്തിറങ്ങില്ല ഇവിടെ. ഇവിടെ ഒരുപാട് പട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ. ഒന്നിനും കാണുന്നില്ല ഇപ്പോൾ. ഒക്കെ പേടിച്ച് പോയെന്ന് തോന്നുന്നു. എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. നാളെ കാണാം. ഇപ്പം തന്നെ അത് ഒഴുകുന്നുണ്ട് അല്ലേ മുഖമൊക്കെ. ഇപ്പം തന്നെ ഇതുണ്ടോ മുഖമൊക്കെ ഒഴുകി സീനായി. ചിലപ്പോൾ ഫുള്ള് വെയിൽ കൊണ്ടിട്ട് ഇവിടുത്തെ പുല്ലുകളും കാര്യങ്ങളൊക്കെ ഉണങ്ങിപ്പോയേക്കുക. മൊത്തം ഉണങ്ങി അങ്ങെത്തി. പിന്നെ നമുക്ക് തീ ഇടാൻ പറ്റില്ല. തീയിട്ടെങ്ങാനും ആളി കത്തിപ്പോയി കഴിഞ്ഞ സീന. നമ്മുടെ നാടാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവിടുത്തെ ആളുകൾക്ക് ഒരു പന്നം ഉണ്ടാവില്ല, തല്ലിന് അടിച്ച് പരത്തി കളയും ചിലപ്പോൾ. കന്നഡക്കാരല്ല, എന്തെന്ന് പറയാനാ. പറ്റിപ്പോയി ചേട്ടാന്ന് പറയാൻ പറ്റുമോ? നമ്മൾ മലയാളം പറഞ്ഞാൽ അവർക്ക് തീരെ മനസ്സിലാവില്ല. അങ്ങോട്ടൊരു ഒരു കാട്ട് കന്നഡ സ്ഥലമാണ് കേട്ടോ ഇത്. അങ്ങ് ഏതോ സ്ഥലത്തുനിന്ന് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്, ഉത്സവമാണെന്ന് തോന്നുന്നു. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഗോപാലപേട്ട ഹിൽസ് അടിപൊളിയാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഓരോന്നായി ഘട്ടം ഘട്ടമായി വരും എപ്പിസോഡായിട്ട്. അപ്പോൾ എല്ലാവരും കാണണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലെ എന്തായിരുന്നു ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂട്, തണുപ്പുമില്ല. അതുകൊണ്ട് എൻ്റെ ഒരു തുള്ളി നനഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ നല്ല രാത്രിയൊക്കെ വേർത്ത് ഒഴുകി. അമ്മാതി ചൂടാണ് ഇവിടെ. എന്നാൽ നല്ല എഴുന്നേക്കാം, ഒരു പല്ലൊക്കെ തേച്ച് നമുക്ക് കാപ്പിയൊക്കെ ഇടാം. ചെറുതായി മഞ്ഞ അങ്ങോട്ട് കാണുന്നുണ്ട്. സൂര്യനൊക്കെ ഉദിച്ചിങ്ങനെ പൊന്തി വരുന്നുണ്ട് അവിടെ. ഇതോടെ ഇന്നലെ ഇവിടെ വന്നതാ. രാത്രി ഇവിടെ കാട്ടുമുയൽ വന്നു കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ ഇന്നലെ ഇട്ട കാട്ടാ. നമുക്കേ പുറത്തിറങ്ങിയിട്ട് പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷ് ആവാം. പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആവാം. ഷൂസൊന്നും തുള്ളി നനഞ്ഞില്ല കേട്ടോ, മഞ്ഞില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ ഷൂസ് പുറത്ത് വെക്കലില്ല, അകത്താണ് വെക്കൽ. ഈ പ്രാവശ്യം പുറത്ത് വെച്ച്. എന്താ ഫുള്ള് കരിഞ്ഞൊരു കാട്. ഇപ്പങ്കാക്ക അറിയുന്നുണ്ട് കേട്ടോ. ഇപ്പങ്കാക്ക നല്ല കരച്ചിലാ അവിടുന്ന്. നമുക്കതിലെ പല്ല് തേക്കാം. പല്ല് തേച്ച് ഫ്രഷായിട്ട്
നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. നമുക്ക് നല്ല ചായ ഇടാം. എന്തോ ഒരു പ്രാവാ പോണേ. പ്രാവ്, പരുന്ത്. നമ്മളങ്ങനെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ആവട്ടെ. 8 മണി ആയിട്ടുള്ളൂ കേട്ടോ. ചൂട് തുടങ്ങി. കുത്തിപ്പറിക്കുന്ന ചൂടാ. തണുപ്പുമില്ല. എന്തായാലും ഭയങ്കര ചൊറിച്ചിൽ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്യാമ്പിങ്ങിന് പോയില്ലേ, ഞാൻ ആ വിറക് വെട്ടാൻ പോയപ്പോൾ പുഴു എന്താ കയറിയെന്ന് തോന്നുന്നു. അതിൻ്റെ ചൊറിച്ചിൽ ഇതുവരെയായിട്ട് പോയിട്ടില്ല. എന്നാ അത് ചൊറിച്ചില്ല. നമ്മുടെ ചായ ഇങ്ങനെ തളച്ചങ്ങോട്ട് പൊന്തുന്നുണ്ട്. എന്താ ഭംഗിയില്ലേ കാണാൻ. രാവിലത്തെ ചായ നമുക്ക് വാങ്ങാം. ഗ്ലാസ്സിനകത്തെ 8 കാലിൻ്റെ വല നന്നായി കഴുകിയതായിരുന്നല്ലോ. ഞാൻ കഴിക്കാൻ 2 സൈസ് ബെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ല, ഇത് ക്രീം പോലത്തെ ഒരു ബെന്നാ. ഇവിടെ 20 രൂപയ്ക്ക് 3 കിട്ടും. ഇത് 20 രൂപയ്ക്ക് 3. ഇന്നലെ നമ്മൾ കഴിച്ച ബെന്ന് ഒരെണ്ണത്തിന് 10 രൂപ. അത് വേറൊരു മോഡൽ ബെന്നായിരുന്നു, ക്രീമൊക്കെ ആയിട്ട്. വേണ്ടല്ലേ, ഇതും ക്രീം തന്നെയാണ്. നമ്മൾ നല്ല കഴിക്കാനൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കിയില്ലല്ലോ. കുക്ക് ചെയ്യാത്തതുകൊണ്ടുള്ള ഒരു സങ്കടമുണ്ട് എനിക്ക്. ഞാൻ കുക്ക് ചെയ്തിട്ടല്ല ഉണ്ടാക്കൽ. അവിടേക്ക് കണ്ടില്ലേ, പെരും കാടാണ്. ഒരു പട്ടിക്കൂട്ടം വരുന്നുണ്ടേ. എന്നാ ഓടിയാ ഓടിയാ. എന്നാ എന്നാ ആ ആയിക്കോട്ടെ. ഇല്ല, കാടാണ്. പിന്നെ ഫുള്ള് തത്തമ്മയാട്ടോ ഇവിടെ. തത്തമ്മ, പരുന്ത്. എനിക്ക് തോന്നുന്നു കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ തത്തമ്മയുള്ളതെന്ന് തോന്നുന്നു അല്ലേ. എന്തോരാ. പിന്നെ പരുന്തും. ആണ്ട് ഒരു പട്ടിക്കൂട്ട. ബാ ബാ കഴിച്ചോ. 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 പെൺപട്ടിയാ ഇതിലൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നു. എന്നാ
ചായയില്ല. ഒരു പെന്നുണ്ട്, ഞാൻ കഴിക്കുന്നില്ല. ഭയങ്കര മധുര. തൽക്കാലം വിശപ്പ് മാറ്റാൻ വേണ്ടി 2 കഴിച്ചു. അങ്ങനെ നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞു. ഞാനെന്നാ പോവുകയാണ്. ഇവിടെ നിന്ന് നേരെ നാട്ടിലോട്ട്. ഇപ്പം ഇറങ്ങിയാൽ ഒരു 2 മണിയാകുമ്പോൾ ഇങ്ങനെ എത്തും. മെല്ലെ അങ്ങനെ കാട്ടിക്കൂടെ അങ്ങനെ യാത്ര. സ്ഥലം ഇഷ്ടപ്പെട്ടു എനിക്ക്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭയങ്കര ചൂടാണ്. ചൂട് പറഞ്ഞാൽ കുത്തിപ്പറിക്കില്ലേ, അങ്ങനത്തെ ഒരു ഉഷ്ണം പോലെ. രാത്രി ആയാലും അതെ, പകലായാലും അതെ. തണുപ്പ് എപ്പോഴാന്ന് പോലും അറിയാത്തൊരു സ്ഥലമാണ്. പിന്നെ പട്ടിക്കൂട്ടം പോയിട്ടില്ല കേട്ടോ, അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ ഈ ചുറ്റുവട്ടം ഒന്ന് കാണിച്ചു തരാം. ചുറ്റുവട്ടം ഫുള്ള് മുൾമരങ്ങളാണ്. ഇതൊക്കെ മുൾമരങ്ങളാണ്. ഇവിടെ നാരങ്ങയുണ്ട്. ഈ നാരങ്ങേൻ്റെ ചെറുനാരങ്ങയില്ലേ, അതിൻ്റെ കുറേ മരങ്ങളുണ്ട് ഇവിടെ. കണ്ടോ, അവിടെയാണ് ഞാൻ നല്ല രാത്രി ഉറങ്ങിയത് കേട്ടോ. അവിടെ അല്ലേ, അങ്ങോട്ടൊക്കെ കാടാ. അപ്പുറത്തേക്ക് വാഴത്തോട്ടാണ്. ഇവിടെ ഫുള്ള് കാടാ ബാക്കോട്ട്. ഇതാണ് ആ മുള്ളുള്ള മരം. ആകാശമൊക്കെ ഒന്ന് നീലയായിട്ടിരിക്കുന്നുണ്ട്. ഇവിടേക്ക് മഴയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ ഇതാ പട്ടിക്കുട്ടൻ കണ്ടോ, അവനിവിടെ ഇനിയും ബെന്നിന് വേണ്ടി നിൽക്കുകയെന്ന് തോന്നുന്നു. കണ്ടോ, അവനെന്നെ കണ്ട ബോഡി. ചുറ്റും പേരും കാടാ, അങ്ങോട്ടൊക്കെ കണ്ടില്ലേ, ഫുള്ള്. പട്ടിക്കുട്ടൻ അതിലങ്ങോട്ട് ഓടിപ്പോയി. അങ്ങോട്ടൊക്കെ പേരും കാടാ. പിന്നെ അതാ സണ്ണ് കണ്ടില്ലേ, ആശാനങ്ങനെ ഉദിച്ചങ്ങോട്ട് മേലോട്ട് പൊന്തി. ഇതിൻ്റെ മേലെ തേനീച്ച ഉണ്ട് തോന്നണോ, എന്തോ ഒരു പൂവിൻ്റെ തേൻ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവർ. ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോയി കാണിച്ചു തരാം. അവിടെയൊക്കെ കാടാ. താഴെ ഫുള്ള് ഈ മറ്റേ കൊങ്ങിണിപ്പൂവിൻ്റെ ഇതായിട്ട് ഫുള്ള് മുറിയാണ്. കണ്ടോ, എന്തിൻ്റെയൊക്കെയോ മൃഗത്തിൻ്റെ കാട്ടാണ്. കണ്ടില്ലേ, ഇത് കടുവേൻ്റെ ആണോ? അവിടെയൊക്കെ പേരും കാടാട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ എന്ത് ചെടിയാണാവോ, ഒരു സൈസ് ചെടിയില്ലേ. തേനീച്ച അറിയുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ, കേട്ടോ? ഇതൊക്കെ എന്തോ സൈസ് മരങ്ങളാ. പിന്നെ അവിടെ വലിയ ആൽമരമുണ്ട്. അങ്ങ് ദൂരമുണ്ട്, ആ പൊന്തി നിൽക്കുന്ന ആൽമരാണ്. എടാ പാവി, ആ പട്ടി എൻ്റെ ബെന്നടിച്ച് മാറ്റി കൊണ്ടുപോയിട്ടോ. നോക്കിയേ, ഞാൻ ആ കവറിൽ വെച്ച് ബെന്നവൻ അടിച്ച് മാറ്റിക്കൊണ്ടുപോയി. എന്ത് കഷ്ടം നോക്കിയേ. ഞാൻ എന്ത് തിന്നും? കണ്ടോ, ഞാനൊന്നും എൻ്റെ കണ്ണൊന്നും തെറ്റിപ്പോയി, അവനത് അടിച്ച് മാറ്റിക്കൊണ്ടുപോയി. എന്താ ചെയ്യുക? കഴിച്ചോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനല്ലേ, ആശാൻ കൊണ്ടുപോയി അത്. എന്താ പട്ടിക്കുട്ടാ, എന്നോട് ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ടെൻ്റൊക്കെ മടക്കി വെച്ച് പോവുകയാണ്. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോക്ക് ഒന്ന് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ലൈക്കും അടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. എല്ലാവർക്കും ബായ്.